ഇന്ത്യയിൽ 2000-നടുത്ത് സർവകലാശാലകളുണ്ട്, 10,000-ലധികം കോളേജുകൾ. ഇതിൽ ഏത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് ഏറ്റവും വില? അപ്പോൾ എപ്പോഴും നഷ്ടപ്പെടാൻ പറ്റുന്നതാണ് ഈ പറയുന്ന വിസ്ഡം ആയാലും നമ്മൾ പറയുന്ന എക്സ്പീരിയൻസ് ആയാലും. അത് സ്ട്രെങ്ത് ആയിട്ട് മാറുന്നത് എപ്പോഴും നല്ലതാവും. ഡിഗ്രികൾക്ക് വിലയില്ലായ്മയുണ്ട്, ഡിഗ്രിക്ക് വിലയുണ്ട്. ഡിഗ്രി ഇല്ലെങ്കിലും നമുക്കൊരു വിലയുണ്ട്. 12ാം ക്ലാസ്സിലെ മാർക്ക് കിട്ടി നോക്കി എല്ലാവരും പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കലും എഞ്ചിനീയറിങ്ങിനും അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവരുടെ മാർക്ക് നോക്കിയിട്ട് കൊടുത്താൽ പോരെ? എന്തിനാ എൻട്രൻസ് നടത്തുന്നത്? ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ മെഡിമിക്സ്. വിദ്യാഭ്യാസം നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോഴ്സ് കിട്ടുന്നത് നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പ്രാപ്തരാക്കുന്നുണ്ടോ ഇല്ലേ? ഒരു അച്ഛനും അമ്മയും നല്ല അച്ഛനും അമ്മയും ആവുന്നത് ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാ? ഒരു പൊളിറ്റീഷ്യൻ ആവുന്നത് പൊളിറ്റിക്സിൽ പഠിച്ചോണ്ടാ? അല്ല. അവർ നല്ല ജോലി ചെയ്യും. അതെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുദ്ദേശിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ 2000-നടുത്ത് സർവകലാശാലകളുണ്ട്, 10,000-ലധികം കോളേജുകൾ. ഇതിൽ ഏത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് ഏറ്റവും വില? 12ാം ക്ലാസ്സിലെ മാർക്ക് കിട്ടി നോക്കി എല്ലാവരും പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കലും എഞ്ചിനീയറിങ്ങിനും അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവരുടെ മാർക്ക് നോക്കിയിട്ട് കൊടുത്താൽ പോരെ? എന്തിനാ എൻട്രൻസ് നടത്തുന്നത്? ആ കൊടുത്ത മാർക്കിൽ വിശ്വാസമില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് CBSE സെപ്പറേറ്റ്, സ്റ്റേറ്റ് സെപ്പറേറ്റ്, ICSE സെപ്പറേറ്റ്, ഓരോ രാജ്യത്തും കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ. അപ്പം നമ്മളിപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുമ്പോൾ ചില വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്, ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുള്ള 35 നോബൽ ലോറേറ്റ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടക്കമുണ്ട് ജർമ്മനിയിലൊക്കെ. അവിടുത്തെ ഡിഗ്രിയും ഇവിടുത്തെ ഡിഗ്രിയും ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഓരോ സ്ഥലത്തും വ്യത്യാസം. അപ്പോൾ ഡിഗ്രികൾക്ക് വിലയില്ലായ്മയുണ്ട്, ഡിഗ്രിക്ക് വിലയുണ്ട്. ഡിഗ്രി ഇല്ലെങ്കിലും നമുക്കൊരു വിലയുണ്ട്. എല്ലായിടത്തും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന മൗലാന ആസാദ്, അദ്ദേഹം ഡിഗ്രി നോക്കിയിട്ടൊന്നും അല്ലല്ലോ UGCയുടെ ചെയർമാനായത്. നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് ആണ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് PM's ഓഫീസിൽ. ഒരു വിദ്യാഭ്യാസവും പേരിന് പറയാൻ പറ്റാത്ത കൃഷിക്കാരനായിട്ടുള്ള ആളും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ക്വാളിറ്റികളും അറിവുകളും വ്യത്യാസമുണ്ട്. എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് ആണ് ഏറ്റവും വലിയ ലേണിംഗ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ലാതെ നമ്മൾ അറിയുന്ന അറിവ് എന്ന് പറയുന്നൊരു സംഭവം, വിസ്ഡം എന്ന് പറയുന്നത്, അതിനാണ് പ്രാധാന്യം. അതാണ് ഉണ്ടാവേണ്ടത്. ഈ വിസ്ഡം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരു അറിവാണോ? അത് നല്ല എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്നത് വിസ്ഡം, മോശം എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ വിസ്ഡം ആവണമെന്നില്ല. നമ്മളിപ്പോൾ പറയും നല്ല കുറേ പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറേജ് കിട്ടുന്നത്. അതേ ഡ്രൈവർ ഒരു പ്രാവശ്യം ഒരു ആക്സിഡൻറ്റ് അടിച്ചാലോ ഉള്ളതെല്ലാം പോകും. അപ്പോൾ എപ്പോഴും നഷ്ടപ്പെടാൻ പറ്റുന്നതാണ് ഈ പറയുന്ന വിസ്ഡം ആയാലും നമ്മൾ പറയുന്ന എക്സ്പീരിയൻസ് ആയാലും. അത് സ്ട്രെങ്ത് ആയിട്ട് മാറുന്നത് എപ്പോഴും നല്ലതാവുമ്പോഴാണ്. എപ്പോഴാണോ ഒരു സ്ഥലത്ത് അത് പൊട്ടിപ്പോകുന്നത് ഉള്ളതെല്ലാം അതായത് നമ്മുടെ വിസ്ഡം എപ്പോ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ്. അത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഗ്രാജുവൽ പ്രോസസ്സ്. അത് എപ്പോഴാണ് അത് വളരെ പെട്ടെന്ന് കയറുമൊന്നുമില്ല. അത് എഡ്യൂക്കേഷനും വിസ്ഡവും വെച്ചിട്ടൊരു ഗ്രാഫ് വരച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ കൂടുമ്പോൾ വിസ്ഡം കൂടണമെന്നാണ് പറയണം. അങ്ങനെ ആവണമെന്നില്ല. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാർ, തീരെ അങ്ങനെ അല്ലാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ പണ്ട് ഒരു ആകാശവാണിയിലൊരു ഇത് വരും, കേയൂരാണി ഭൂഷയന്തി പുരുഷം ആരാനചന്ദ്രോജ്വലം ന സ്നാനം ന കുസുമം ന വിലേപനം. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ നിങ്ങൾ ധരിച്ചിരിക്കുന്ന പൂമാലയോ ഒന്നുമല്ല നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ആഭരണമൊന്നുമല്ല. വാക്ക് ഭൂഷണം എന്ന്. നിങ്ങളുടെ വാക്കുകളിൽ വെച്ചിട്ട് നിങ്ങളെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നോളജ് ഉണ്ട് എന്നാ. അപ്പോൾ നോളജ് മെഷർ ചെയ്യാനുള്ളത് അത് വാച ആയാലും മതി, അതല്ലെങ്കിൽ എഴുത്തായാലും മതി. എത്രയോ നല്ല എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾ നല്ലതല്ല എന്ന് പറയുന്നില്ല. ഹൈ വിസ്ഡമുള്ള അത്തരം നോളജുകൾ നമ്മൾ ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13ാം നൂറ്റാണ്ടിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ 13ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല പ്രഗത്ഭനായിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ ഉത്തരം പറയും നാഗാർജുനയാണ്. കാരണം നാഗാർജുന ആ കാലത്ത് ഉണ്ടായിരുന്ന അറിവുകളൊക്കെ പകർത്തി എഴുതി ഒരു വിസ്ഡം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് നാഗാർജുന ആചാര്യനാണ്. ഈ വിസ്ഡം എന്ന് പറയുന്നത് ആചാര്യന്മാർക്കാണ് ഉണ്ടാവുക. ആചാര്യൻ ആരാണ്? യദ്യതാ ജനതി ശ്രേഷ്ഠ ദത്ത ദൈവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥ നിവർത്തതേ. അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്കും ഇതേപോലെ ആവണം നമുക്കൊരു ആഗ്രഹം തോന്നുമല്ലോ. അങ്ങനെ തോന്നുന്ന ഒരാളെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് അയാളിലുണ്ടെന്ന് നമ്മൾ പറയാം. അത് തിരിച്ചറിവാണ്, വിവേക വിവേചന ബുദ്ധിയാണ്. വിവേക വിവേചന ബുദ്ധി കൊടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതുണ്ടാക്കിയെടുക്കുമ്പോൾ ഹി ക്യാൻ ഗ്രോ. റിച്ച് ആവാൻ എളുപ്പമാണ്, പക്ഷെ റിച്ച് ആയിട്ട് കുറെ കാലം നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോൾ വേണമെങ്കിൽ തകർന്ന് തരിപ്പെടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കറിയാം. വളരെ റിച്ച് ആയിട്ട് കയറിപ്പോയിട്ടുണ്ട്, പക്ഷെ ഒരു ദിവസം ടപ്പ് എന്ന് പറഞ്ഞ് മാറും. കാരണം എന്താ? അയാൾക്ക് കാശ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വിസ്ഡം കുറഞ്ഞു. അപ്പൊ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ യു ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി, ഡൂ സംതിങ് ഗ്രേറ്റർ, ഹയർ. വേൾഡിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യണം. അത് വളരുന്നതാണ് നമ്മുടെയൊക്കെ വിസ്ഡം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നതും. അത് ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റും നോക്കിയിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണോ എന്നെ ഇപ്പോൾ ഇവിടെ പിടിച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കുറേ വാക്കുകളുടെ അത് കേട്ടിട്ട് ശീലിച്ചത് കൊണ്ട് ABC തോന്നി ഇയാളെ പിടിച്ചിരുത്തിയാൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റും. അതിന് താഴത്ത് എത്രയോ തെറികൾ വരാറുണ്ടാവും ചിലപ്പം. കാരണം എനിക്ക് പറ്റാത്തത് വേറെ ആരും ചെയ്യുന്ന സമയത്ത് നമ്മൾ എതിർക്കുക എന്നുള്ളത് അത് സാധാരണഗതിയിലുള്ളതാണ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യും. വിവരമുള്ള കുറേ പേര് ചിലപ്പോൾ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. അവരൊക്കെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ ഇനി വെറുതെയെന്ന് തോന്നും. പക്ഷെ ആ സമയത്തായിരിക്കും ആരെങ്കിലും ആൾ വിളിച്ചിട്ട് കഴിഞ്ഞ 8 പരിപാടികൾ ഞങ്ങൾ കണ്ടുവിട്ടു, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് തോന്നിട്ട് വിളിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ. അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. അതാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറയുന്നത് നെഗറ്റീവ്സ് അല്ല. അതുകൊണ്ട് ഞാൻ ഈ തറ അല്ലെങ്കിൽ നമ്മൾ താണു പോകുമെന്ന് പറയുന്നത് കുറച്ച് പേര് ഓപ്പോസിറ്റ് പറയുമല്ല. കൃഷ്ണന്റെ കാലത്ത് കൃഷ്ണൻ എതിർത്തിരുന്ന കുറേ പേരുണ്ട്. എല്ലാവർക്കും എതിർപ്പുകൾ ഉണ്ടാവുന്നില്ല എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ചെയ്യാതിരിക്കില്ല. ആ ഒരു ഡിറ്റർമിൻഡ് മൈൻഡ് നമ്മുടെ വിസ്ഡത്തിനുണ്ടാവും. അതായത് നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കാണുന്നതാണ്. ലോകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ പണമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരെ കുറിച്ചും അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ജീവിത രീതി, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇതെല്ലാം നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഈ നമുക്കറിയാം പല രീതിയിലാണ് പലരും ബിസിനസ് വളർത്തിക്കൊണ്ടുവരുന്നത്. ചില ആൾക്കാർ കോർപ്പറേറ്റ് ആവുന്നു, ചിലർ ബിസിനസ് ഒരു പരിധിവരെ വളർന്നിട്ട് പിന്നെ നേരെ താഴേക്ക് പോകുന്നു. അപ്പോൾ ചില ആൾക്കാർ പറയും ഇതൊക്കെ നല്ല ബിസിനസ് സ്കൂളുകളിൽ പഠിച്ചിട്ട് വന്ന് നിങ്ങളിവിടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാളും വല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ കുറവാണെന്ന് പറയും. ചില ആൾക്കാർ ഇതെല്ലാം പോയി പഠിച്ചിട്ട്, അതായത് ഇനി ലോകത്ത് തന്നെ ഏറ്റവും വലിയ ബിസിനസ് സ്കൂളുകളിലൊക്കെ പോയി പഠിച്ച്, ഏറ്റവും വലിയ സർവകലാശാലകളിലൊക്കെ പോയി പഠിച്ചിട്ട് അവർ വലിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നു. ചില ആൾക്കാർ വിജയിക്കുന്നു, ചില ആൾക്കാർ വിജയിക്കാതെ പോകുന്നു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എത്രയോ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ, അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം സാഹചര്യമില്ലാതെ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വളർത്തിയെടുത്ത എത്രയോ ബിസിനസ് സംരംഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആകുക എന്ന് പറയുന്നതിനകത്ത് പൂർണ്ണമായിട്ടും അത് ആ ആൾക്ക് നയിക്കാനുള്ള കഴിവിനെയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രയോ വലിയ കമ്പനി ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ ബേസ് ചെയ്തിട്ടല്ലല്ലോ അവിടുത്തെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. അവർക്ക് എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു വിഷൻ. ഇത് ഒരു ബിസിനസ്സും ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരുന്നതോ ഒരു കോർപ്പറേറ്റ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. കാലാകാലങ്ങളിൽ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ബേസ് എന്ന് പറയുന്നത് അവരുടെ ഒരു വിഷനാണ്. ആ ഒരു രംഗത്തുള്ളൊരു വിഷനാണ് അവരുടെ അതിനോടുള്ള അല്ലെങ്കിൽ അറിവ് നേടാനുള്ളൊരു ഒരു 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 താല്പര്യം, അല്ലെങ്കിൽ ആ അറിവ് എങ്ങനെ അവിടെ എത്തി ഒരു ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അവരുടെ പ്രായോഗിക ബുദ്ധിയാണ്. അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ പല ആൾക്കാരും നമുക്കറിയാം, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള ആൾക്കാർ നല്ല രംഗത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരെ പോലെ തന്നെ ഇവർ ജോലിയല്ല, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ജോലിയല്ല. അപ്പോൾ അതിൽ നിന്ന് വരുമാനം വളരെ വലുതാണ്, പക്ഷേ റിസ്ക്കും അതിനേക്കാളും കൂടുതലാണ്. സാധാരണ വരുമാനം കിട്ടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ചിലപ്പോൾ ഒരു ബിസിനസ്സിലൂടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജോലി ചെയ്യുന്ന ആളെക്കാളും കൂടുതൽ റിസ്ക് അവർ ആ സമയത്ത് ഏറ്റെടുക്കുന്നുണ്ട്. നമുക്ക് ലാഭം വരുന്നവരോ അല്ലെങ്കിൽ വിജയിക്കുന്നവരുടെ കഥകൾ മാത്രമേ ലോകം പറയാറുള്ളൂ. പരാജയപ്പെട്ടവൻ്റെ കഥകൾ ആരും പറഞ്ഞിട്ട് അത് ലോകത്തെ ആരും അവതരിപ്പിക്കാറുമില്ല.
അപ്പോൾ അതിൻ്റെ ഒരു എപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാലാകാലങ്ങളിലെ പഠനവും അത് അറിവ് നേടാനുള്ള ആഗ്രഹമാണ്. ചില ആൾക്കാർക്ക് അത് കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ നല്ല സർവകലാശാലകളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ പകരം അവർ അതിന് അനുബന്ധമായി അറിവുള്ള ആൾക്കാരിൽ നിന്ന് അറിവ് പകർന്നു മേടിക്കുകയും മറ്റ് വായനയിലൂടെയും മറ്റ് പല ആൾക്കാരായിട്ട് പരിചയത്തിലൂടെയൊക്കെയാണ് അവരത് അവരുടെ അനുഭവ പരിചയത്തിലൂടെയാണ് വളർന്നു വരുന്നത്. അനുഭവം തന്നെ വലിയൊരു ഗുരുവാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അനുഭവത്തിലൂടെ അത് മറ്റുള്ളവരുടെ സംസർഗത്തിലൂടെയൊക്കെയാണ് പല രീതിയിലും ഈ ബിസിനസ്സുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ TPS ആൻഡ് ഡെന്നി സാന്റമോണിക്ക. താങ്ക് യു.